ഞാൻ തന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഒരു ആക്ഷൻ ആൻഡ് കട്ടിന് ഇടയ്ക്കുള്ള മൊമെന്റ് എനിക്ക് ഭയങ്കര ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എവിടെ പോയാലും നമുക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ്, ഈവൻ ഇനോഗ്രേഷൻസ് ഒക്കെ പോകുമ്പോൾ നമുക്ക് സ്റ്റേജിലേക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്തപ്പം എൻ്റെ ഹസ്ബൻഡ് പറയാം എന്നൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് വെക്കേണ്ടതായിരുന്നു. ഒന്ന് സുഗതകുമാരി ടീച്ചറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ടീച്ചറിനെ പറ്റി ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് കെയർഫുൾ ആവണം ടീച്ചർ, ചിലപ്പം ഒന്ന് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു അന്തസ്സുള്ള ഒരു IPS കാരി എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഗായത്രി ഇത് ജ്ഞാപകം വെച്ചിട്ട് ഇപ്പം ഗായത്രിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുന്നു. സീരിയലിൻ്റെ ടെലികാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഗായത്രിക്ക് ഇന്ന മാതിരി ഇതുപോലെ നടക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ പോവണ്ട, ചുമ്മാ കളിയാക്കാൻ. ഇന്നും ആൾക്കാർ ദീപ്തിന്ന് വിളിച്ചാണ് ഓടി വരുന്നത്. അത് ഞാൻ അതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് മാനസികമായിട്ട് എനിക്ക് ഒട്ടും ഞാൻ യോജിപ്പില്ലാതെ ചെയ്തതാണ്. അന്ന് അത് അഭിനയിക്കുമ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഗുളിക പൊട്ടിത്തെറിച്ചോ അല്ല ബോംബ് പൊട്ടിത്തെറിച്ചൊന്നും ആയിരിക്കില്ല, ഇത് കഴിഞ്ഞുള്ളൊരു മരണമുണ്ട് ട്രോളർമാരുടെ, അതായിരിക്കും യഥാർത്ഥ മരണം എന്നുള്ളത് ഞാൻ അന്ന് തന്നെ പറയുമായിരുന്നു. നമസ്കാരം. ഓണമായിട്ട് നമുക്കൊപ്പം ഇന്ന് സംസാരിക്കാനുള്ളത് ഗായത്രി അരുണാണ്. നമസ്കാരം. താങ്ക് യു. എങ്ങനെയുണ്ട് ഓണമൊക്കെ? ഓണം നിങ്ങളൊക്കെ ഇങ്ങനെ ഓണം അറിയിച്ചുകൊണ്ടുള്ള വരവാണ് വീട്ടിലേക്ക്. പ്രോഗ്രാംസ് ഉണ്ട്, ഓണാഘോഷങ്ങളുടെ ഗസ്റ്റായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്, ഷൂട്ട്സ് ഉണ്ട്. പിന്നെ എല്ലാ തവണത്തെയും പോലെ നമ്മുടെ വീട്ടിലെ ഓണ സെലിബ്രേഷൻസ്, സ്ഥാപനങ്ങളിലെ ഓണ സെലിബ്രേഷൻസ്, അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുക്കങ്ങളിലാണ്. ഒരു കരിയർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഒരു മേഖലയിൽ മാത്രമല്ല, ആദ്യം മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, മാതൃഭൂമിയിൽ വർക്ക് ചെയ്തു, പിന്നീട് സീരിയലിലേക്ക് വരുന്നു, സിനിമയിലേക്ക് വരുന്നു, ബിസിനസ് ചെയ്യുന്നു, അതേപോലെ തന്നെ എഴുതുന്നു. അപ്പം ഈ മേഖലകളിൽ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഏതിലും ഒന്നെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുണ്ടോ, അല്ലെങ്കിൽ എല്ലാത്തിലും എങ്ങനെയാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്നത്? എക്സൈറ്റ് ചെയ്യിക്കുന്ന എപ്പോഴും ആക്ടിങ് തന്നെയാണ്. എനിക്ക് കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല, എല്ലാം ഡിഫറെൻ്റ് ആണ്, ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും ഡിഫറെൻ്റ്. പക്ഷെ എന്നാലും അൾട്ടിമേറ്റ്ലി ഞാൻ തന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഒരു ആക്ഷൻ ആൻഡ് കട്ടിന് ഇടയ്ക്കുള്ള മൊമെന്റ് എനിക്ക് ഭയങ്കര ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വളരെയധികം എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാനത് എന്താ പറയുക, വളരെ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചെത്തിയത് കൊണ്ടായിരിക്കും, അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഒരു ആഡ് ഓൺസ് ആണ്, ഞാൻ പോലും ചിന്തിക്കാതെ ലൈഫിലേക്ക് വന്ന കാര്യങ്ങളാണ്. ആഗ്രഹിച്ച് കിട്ടിയത് എപ്പോഴും അഭിനയ മേഖല തന്നെയാണ്. അപ്പോൾ ഓരോന്നും അത്രയും ഇഷ്ടത്തോടു കൂടി തന്നെയാണ്. അത് എപ്പോഴും കേൾക്കുന്നൊരു ക്വസ്റ്റ്യൻ. ഇപ്പം കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു എന്താ പറയുക, ഒരു വേദിയിൽ സംസാരിക്കുന്നതിനൊരു അവസരമുണ്ട്, ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലായിരുന്നു. അപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ അവിടുത്തെ ടോപ്പിക്ക് തന്നെ ഇതായിരുന്നു, ഒരു പല വേഷങ്ങൾ ഒരു മുഖം എന്നുള്ള രീതിയിൽ, അതായത് ഒരു സ്ത്രീകൾ പല മൾട്ടി ടാസ്കിങ് ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ അത് ബേസിക്കലി എന്ന് വെച്ചാൽ നമുക്കതൊരു ടാസ്ക്കായിട്ട് തോന്നുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോഴാണ്. അവിടെ ഞാൻ സംസാരിച്ചത് അതാ, നമ്മൾ ചെറിയ കാര്യമാണെങ്കിൽ പോലും നമുക്കത് മടുത്തു പോകുന്നത് നമുക്കത് ഒട്ടും താല്പര്യമില്ലാതെ ചെയ്യുമ്പോഴാണ്. എല്ലാ ഇഷ്ടത്തോടു കൂടി ചെയ്ത എല്ലാം നമുക്കതൊരു ടാസ്കേ അല്ല, വളരെ എല്ലാത്തിനും നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും, നമുക്കത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാം ഇഷ്ടമുള്ളത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒരു സംരംഭം ഗായത്രി ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ, നെയിലിറ്റ് ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ മനോരമയ്ക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാനൊരു മുഴുവൻ സമയ സംരംഭകയാവുക എന്നുള്ളത് എനിക്ക് സാധ്യമല്ല, അതൊന്നും ഞാൻ ചെയ്യില്ല എന്നുള്ളത്. പക്ഷെ അവിടെ നിന്ന് ഇത്ര കാലത്തിനിപ്പുറത്തേക്ക് വരുമ്പോൾ 3 സ്റ്റോറുകളുണ്ട്. ആടയുടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കലൂർ പുതിയ ഇതൊരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ജേണി പോകുന്നതെന്ന് പറയാമോ? ബിസിനസ് ഞാൻ ആദ്യമേ പറയുമായിരുന്നു എനിക്ക് ഒട്ടും പറ്റാത്ത, കാരണം ഹസ്ബൻഡ് ബിസിനസ്സാണ്. അപ്പോൾ ഹസ്ബൻഡ് ബിസിനസ്സിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം എനിക്കിങ്ങനെ ഏത് സമയം ഫോൺ കോൾസ്, അതിൻ്റെ ബിസിനസ് എന്ന് പറയുമ്പോൾ ബാക്ക് ഓഫ് ദ മൈൻഡ് നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. ഉറക്കത്തിൽ പോലും നമ്മളിങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കണം ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. എനിക്ക് അത്ര പേഷ്യൻസ് ഒന്നും ഇല്ല, ബേസിക്കലി എനിക്ക് ഭയങ്കര പേഷ്യൻസ് കുറവാണ്. അപ്പം എനിക്ക് ഒരിക്കലും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് വന്ന ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ഞാൻ അതിനെ എങ്ങനെയാണ്, ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പറയും നീ നന്നായിട്ട് നീ ഒരു സിസ്റ്റം ഉണ്ടാക്കി എന്നുള്ളത്. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പം എന്നെക്കാളും ഒരുപാട് വർഷം മുമ്പേ ബിസിനസ് തുടങ്ങിയ ആളാണ്. അപ്പോൾ എന്നോട് പറയും നീ ഒന്ന് വിശ്വാസനും കൂടെ വന്നിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്ന്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാരണം എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയാതെ ഞാൻ തുടങ്ങിയതാണ്. ലൈക്ക് ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം, ഞാൻ ചെയ്യുന്ന ബിസിനസ്സിനെ പറ്റി പഠിച്ചിട്ട് തന്നെയാണ് തുടങ്ങിയത്. ബട്ട് ഓൾ ടുഗെദർ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം, സ്റ്റാഫ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, ഒരു സിസ്റ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഇതൊക്കെ ഒരു ട്രയൽ ആൻഡ് എററിൽ കൂടെ തന്നെ പഠിച്ചതാണ്. അപ്പം ഇപ്പോൾ
ഞാനിപ്പോഴും എനിക്ക് അങ്ങനെ ഞാൻ 24 hours ഞാൻ അല്ലെങ്കിൽ എപ്പോഴും അതിന് എൻഗേജ്ഡ് ആവാനായിട്ട്, കാരണം എനിക്ക് ക്രിയേറ്റീവ് സൈഡ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റിവെക്കേണ്ട കുറേ കാര്യങ്ങൾ, മാറ്റിവെക്കപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ റൈറ്റിംഗ്, എൻ്റെ വ്ളോഗിങ്, അതൊക്കെ ഞാൻ മാറ്റിവെച്ചു. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വ്ളോഗിന് വേണ്ടി ഓരോരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ഷൂട്ട്സും ഒക്കെ. പക്ഷെ അതൊക്കെ ഞാൻ കുറേ ഇപ്പം 2 വർഷമായിട്ട് എനിക്ക് നടന്നിട്ടേ ഇല്ല അതൊന്നും. അപ്പം അങ്ങനെയുണ്ട്. പക്ഷെ അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ എനിക്ക് റിഗ്രറ്റ് ഇല്ല. ബിക്കോസ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ഫ്രൂട്ട്ഫുൾ ആയിരുന്നു. എനിക്കത് ബിസിനസ് ഇപ്പം സക്സസ്ഫുള്ളി കൊണ്ടുപോകാൻ ഇപ്പം എൻ്റെ ആബ്സെൻസിലും അത് നന്നായി റൺ ചെയ്യാനുള്ളൊരു നല്ലൊരു ടീം എനിക്കുണ്ട്. അപ്പം അത് അങ്ങനെ. ഇപ്പോൾ ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് ബിസിനസ്സാണ് എന്ന് പറയുന്നത്, പക്ഷേ ഹസ്ബൻഡ് ഒരു ബിസിനസ് തുടങ്ങുന്നതിനേക്കാൾ ഭയങ്കരമായൊരു ചുമതല ഗായത്രി അത് തുടങ്ങുമ്പോൾ ഉണ്ട്. കാരണം താങ്കൾ ഒരു സെലിബ്രിറ്റിയാണ്, ഒരു സെലിബ്രിറ്റി ബ്രാൻഡാണ് ലോഞ്ച് ചെയ്യുന്നത്. കൂടുതൽ ആളുകൾക്ക്, താങ്കൾക്ക് അറിയാത്ത ആളുകളെ പോലും താങ്കളെ അറിയാം. സോ അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ആളുകൾ വരുന്നത്. ചെറിയൊരു എറർ സംഭവിച്ചാൽ അതൊരു വലിയ വാർത്തയാകും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കരമായി കോൺഷ്യസ് ആയിരുന്നു ആദ്യ സമയങ്ങളിൽ. ആദ്യം അത് ഇപ്പോഴും ഞാൻ എൻ്റെ സ്റ്റാഫിനുമായിട്ട് ഇടയ്ക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഫിസിക്കലി മീറ്റിംഗ് നടത്താറുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ അവരെ റിമൈൻഡ് ചെയ്യുന്നൊരു കാര്യം, ഞാൻ എന്നേക്കാൾ കൂടുതൽ നിങ്ങളാണ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങളാണ് കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്നത്. ഞാനത് തുടങ്ങുക എന്നുള്ളതായിരുന്നു എൻ്റെ റെസ്പോൺസിബിലിറ്റി. ഇത് നിങ്ങളുടെ സ്പേസ് ആണ് ആക്ച്വലി, അങ്ങനെ വേണം ഓരോരുത്തരും കാണാൻ. പിന്നെ ഇവിടെ എന്തെങ്കിലും മറ്റേത് സ്ഥാപനത്തിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ അത് ആ സ്ഥാപനത്തിൻ്റെ പേര് മാത്രമേ എഫക്റ്റഡ് ആവുള്ളൂ. അല്ലെ, അതായത് ഇന്ന സലൂണിൽ പോയിട്ട് ഇന്ന ഇഷ്യൂ ഉണ്ടായി എന്ന് പറയും. ഇത് അൾട്ടിമേറ്റ്ലി എൻ്റെ പേരിനെ, എൻ്റെ ഗുഡ് വില്ലിനെ ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യം. ആൾക്കാർക്ക് എന്നോടുള്ള വിശ്വാസം, എൻ്റെ പേര് തന്നെ മോശം. അപ്പം ഞാനത് എപ്പോഴും അവരോട് പറയും, അതും കൂടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ഒരു ചെറിയ മിസ്റ്റേക്ക് മതി, ആൾക്കാർ ചിലപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യും, സെലിബ്രിറ്റീസിൻ്റെ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട്, അത് നിങ്ങൾക്ക് ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാവണം എന്നുള്ളത് എപ്പോഴും ഞാൻ റിമൈൻഡ് ചെയ്യുന്നൊരു കാര്യം. ഞാനും പേഴ്സണലി മേക്ക് ഷുവർ ചെയ്യാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലയിൻറ്റ് വന്നാലും ഞാൻ തന്നെ ഡയറക്റ്റ്ലി അതിനകത്ത് ഇൻവോൾവ് ആയി നമുക്ക് എന്ത് സൊല്യൂഷനാണോ അതിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. മനുഷ്യന്മാരാണ്, നമുക്ക് 100% പെർഫെക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്താലും, എത്ര എക്സ്പേർട്ട് ആണെന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര പ്രീമിയം പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു എന്ന് ഞാൻ സലൂണിൻ്റെ കാര്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഹ്യൂമൻ എറർ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുന്നതിൽ ചിലരതിനെ വളരെ മനസ്സിലാക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, ചിലരതിനെ ഭയങ്കരമായ ഇഷ്യൂ ഉണ്ടാക്കുന്ന, ചെറിയ ഇഷ്യൂസിന് പോലും വലിയ ഒരു ഇതുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും അതിനെ ഞാൻ ഡയറക്റ്റ്ലി തന്നെ അത് ഇൻവോൾവായി ഞാനതിന് നമുക്ക് എന്താണോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, അവർക്ക് അവർക്ക് വിഷമമില്ലാത്ത രീതിയിൽ എങ്ങനെ നമുക്കതിനെ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പോൾ ആടയുടെ കാര്യത്തിലാണെങ്കിലും എനിക്കതിനകത്തൊരു പാർട്ട്ണറുണ്ട്, എൻ്റെ സിസ്റ്ററിലോ പാർട്ട്ണറാണ്. അപ്പം അപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം അതാണ്, നമ്മൾ ഓരോ സാരി ചൂസ് ചെയ്യുമ്പോഴും ആൾക്കാർ എൻ്റെ ഫേസ് കണ്ടിട്ടായിരിക്കും ആൾക്കാർ കൂടുതലും വാങ്ങിക്കുക. അപ്പം ആ ട്രസ്റ്റ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം എന്നുള്ളത്. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുതിയ 2 പുസ്തകങ്ങൾ, ഒന്ന് ഓർമ്മകളാണ് അച്ഛനെ കുറിച്ചുള്ള പ്രധാനമായിട്ട്, പിന്നെ ഒന്ന് യാത്രകളെ കുറിച്ചിട്ടാണ്. അത് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഇത് തുടങ്ങാം എന്ന് ആദ്യം നെയിലിലേക്കാണ് വരുന്നത്. അത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ആലപ്പുഴ പോലെ ഒരു പ്രദേശങ്ങളിൽ അത് ഉണ്ടായിട്ടില്ല ആ സമയത്തൊന്നും. അപ്പോൾ അത് തുടങ്ങാം എന്നൊരു തീരുമാനം, അതിലേക്കൊരു പാഷൻ വരിക, പിന്നീട് ആഡേ തുടങ്ങുന്നു, അതിനകത്ത് സാരിയാണ് പ്രധാനമായിട്ടും വരുന്നത്. അത് എങ്ങനെയാണ് സാരിയോട് അത്തരത്തിലൊരു ഇഷ്ടം? ഇപ്പോൾ നമ്മൾ സാരിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ആളുകൾ വിദ്യാബാലനെയൊക്കെ പലപ്പോഴും എടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഭാമ ഇതുപോലെ ഇത് തുടങ്ങിയ സമയത്ത് അവർ പണ്ടത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്, വിദ്യാബാലനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെയുള്ളത്. ഇതിലേക്കുള്ള ഈ പർട്ടിക്കുലർ ഇതിലേക്ക് ഉള്ള ഇഷ്ടങ്ങൾ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? നെയിലിട്ട് തുടങ്ങുന്നത് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ, ഞാൻ ദുബായിൽ പോയിട്ട് നെയിൽസ് ചെയ്തു വന്നു. അപ്പോൾ അത് ഭയങ്കര ക്വാളിറ്റിയാണ് അവിടുത്തെ, ഭയങ്കരമായി ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യണു. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി ചെയ്തിട്ട് നമുക്ക് അത്ര ഒരു റിസൾട്ട് കിട്ടിയില്ല. ഞാനും എൻ്റെ സിസ്റ്ററിലോയും ഉണ്ടായിരുന്നു, എൻ്റെ ബ്രദറിൻ്റെ വൈഫും. അപ്പം ഞങ്ങളെല്ലാവരും കസിൻസ് ഇരുന്ന് സംസാരിച്ചപ്പം അവൾ പറഞ്ഞു നമുക്ക് എറണാകുളം വരെ പോകണം ചേച്ചി. അപ്പോൾ ആ സമയത്ത് ഈ ഹൈവേയുടെ പണിയൊക്കെ തുടങ്ങിയ സമയം, അപ്പം എറണാകുളം പോക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവളിങ്ങനെ ചേച്ചി പറഞ്ഞ് തുടങ്ങും, ഒരു നെയിലിൻ്റെ ഇത് തുടങ്ങും, ഒരു സ്റ്റുഡിയോ തുടങ്ങും എന്ന് പറഞ്ഞു. ഞാൻ വെറുതെ ഇങ്ങനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയിൽ ആർട്ട്, അത് നെയിൽ ചെയ്യാനൊക്കെ. അപ്പം ഞാൻ വെറുതെ വന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ കാത്തു പറഞ്ഞു നമുക്കൊരു നെയിൽ സ്റ്റുഡിയോ നമുക്ക് തുടങ്ങിയാലോ ചേർത്തലയിൽ. നെയിൽ മാത്രമായിരുന്നു അപ്പം എൻ്റെ മനസ്സിൽ.
അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ നെയിലിറ്റ് എന്നുള്ള പേരും വന്നു. നെയിൽഡിറ്റ് എന്നുള്ള ആ ഒരു ഇതിൽ ആ ഫ്രേസിൽ നെയിലിറ്റ് എന്നുള്ള ഒരു പേരും. പെട്ടെന്ന് ആള് എന്നോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ചേർത്തല ഹൈവേയുടെ അടുത്ത് തന്നെ, പുതിയൊരു ബിൽഡിംഗ്, ലിഫ്റ്റ് ഉണ്ട്, പാർക്കിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്, നമുക്ക് വെറുതെ ഒന്ന് പോയി കാണാം. ഒരു ബാങ്കിൻ്റെ ബിൽഡിംഗ് ആണ്. അവിടെ പോയി നോക്കി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഒരാഴ്ച കൊണ്ട് എല്ലാം ഫിക്സ് ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ നെയിൽ ആർട്ട് പഠിക്കാനായിട്ട് പോയി. ബാംഗ്ലൂർ പോയി ഞാൻ പഠിച്ചു. കാരണം നമ്മൾ തുടങ്ങുമ്പോൾ അറിയണമല്ലോ. പക്ഷെ പിന്നീട് എനിക്ക് തോന്നിയൊരു പല സജഷൻസ് വന്നപ്പോഴത്തേക്കും ഇവിടെ നെയിൽ സ്റ്റുഡിയോ മാത്രമായിട്ട് തുടങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ചേർത്തലയിൽ നെയിലിനോട് അത്ര ആൾക്കാർ അതിനോട് യൂസ്ഡായി തുടങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്കൊരു ഡൗട്ടായി. കാരണം നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ആളുകൾ അതിന് മാത്രമായിട്ട് വരുമോ എന്നുള്ളൊരു പേടി. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ബാക്കി സലൂൺ സർവീസസ്, പക്ഷെ പേര് നെയിലിറ്റ് എന്ന് തന്നെ വെച്ചു. ഇപ്പോഴും ആൾക്കാർ അതൊരു കൺഫ്യൂഷനുണ്ട്, നെയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അപ്പം അതിൻ്റെ കൂടെ ബാക്കി സർവീസ് എല്ലാം. അപ്പോൾ ഒരു ഹോൾ ഫാമിലി സലൂൺ പോലെ ഡെവലപ്പ് ചെയ്തു. അങ്ങനെയാണ് നെയിലിറ്റ്. ആടയുടെ കാര്യം പറയുകയാണെങ്കിൽ ആടയിൽ എനിക്ക് എപ്പോഴും പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾക്ക് സാരിയോടുള്ളൊരു ഇഷ്ടം എടുത്ത് പറയണ്ട. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സത്യത്തിൽ ഇപ്പോഴല്ല, ഞങ്ങൾ കോവിഡ് സമയത്ത് 2020 ആ സമയം 21 ആ സമയത്തൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഓൺലൈനായിട്ട്. അത് സാരിയും കുർത്തീസും ഒക്കെ വെച്ചിട്ട്. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ളൊരു പോകാനുള്ളൊരു ഓപ്ഷൻ കുറവ്, അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളത് പതുക്കെ അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇപ്പോൾ വീണ്ടും അത് മൂകാംബിക ദേവിയുടെ സീരിയലിൻ്റെ സമയത്താണ് അതിനെപ്പറ്റി വീണ്ടും ആലോചിച്ചു. കാരണം എന്തായാലും സാരീസിൻ്റെ പർച്ചേസ് വേണം. അപ്പം അത് ഇതിനോട് കൂടെ ഒന്ന് ക്ലബ് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ, അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് പിന്നെ എന്നാൽ വീണ്ടും ആ ആട റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ മൂകാംബിക സീരിയലിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് ആകെ സീരിയൽ മാത്രം കാണുന്ന ഒരാളാണ്. അപ്പോൾ ഒരു മൂകാംബികയിൽ പോയപ്പം നിങ്ങളെ കാണുകയും ഭയങ്കര സന്തോഷമായിട്ട് വീട്ടിൽ വന്ന് പറയുകയും ചെയ്തു. എൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. അപ്പോൾ ആള് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഇപ്പം സീരിയൽ കാണുന്നില്ലെങ്കിൽ പോലും ആ സമയത്ത് വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സീരിയലും ഇപ്പം നമ്മുടെ നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന സ്നേഹമൊക്കെ കാണുന്നത്? കാരണം ഇത്രയും ലൈക്ക് സീരിയൽ കാണുന്ന ആളുകൾക്ക് സിനിമകൾ കാണുന്നില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഇല്ലെങ്കിൽ പോലും അത്രയും വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. അതിനെ പറ്റി എന്താണ്? അത് എപ്പോഴും സീരിയല് നമുക്ക് നൽകുന്ന ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ, അമ്മമാരുടെ ഇടയിൽ അവരുടെ ഒരു സ്നേഹം, അവർക്ക് ഒരു നമ്മളോടൊരു അപരിചിതത്വം ഇല്ല. നമ്മളെ കാണുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടി എന്നുള്ള, അത് എവിടെ വെച്ച് കണ്ടാലും ഇന്നും ആൾക്കാർ ദീപ്തി എന്ന് വിളിച്ചാണ് ഓടി വരുന്നത്. ഇപ്പോൾ കുറച്ച് പേരൊക്കെ വിദ്യാമ്മ, മൂകാംബിക ദേവി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും ആ പരസ്പരത്തിലെ ദീപ്തിയാണ് ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ. അത് ഈ 5-5.5 വർഷം ഡെയിലി വീട്ടിൽ ഒരാളായിട്ട് ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഒരു തവണ ഒരു ഷോപ്പിങ്ങിന് ഒരു ടെക്സ്റ്റൈൽസിൽ പോയപ്പോൾ അവിടെ ഒരു ലീഡിങ് ഒരു ആക്ട്രസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറയാണ്, അവരവിടെ നിന്ന് മര്യാദയ്ക്ക് ഷോപ്പ് ചെയ്തിട്ട് പോയി. മാമിന് ഷോപ്പ് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല ആൾക്കാർ വന്നിട്ട്. അപ്പം ആൾക്കാർ നമ്മുടെ അടുത്ത് അപ്രോച്ച്, അത് അവരെ അറിയാത്തതുകൊണ്ടോ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ അല്ല, പക്ഷെ അപ്രോച്ചബിൾ അല്ല അത്രയ്ക്ക്. അതായത് സിനിമ സ്റ്റാർസ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. ഇപ്പോൾ കുറച്ചുകൂടെ അല്ല, കാരണം സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം കുറച്ചുകൂടെ അവർക്ക് അപ്രോച്ചബിൾ ആണ്. പക്ഷെ ഞാൻ സീരിയൽ തുടങ്ങുന്ന സമയത്ത് ആൾക്കാർ സീരിയൽ താരങ്ങളോട് കാണിക്കുന്ന ഒരു സ്നേഹം, അത് സ്റ്റിൽ ഞാനിപ്പോഴും അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ലല്ലോ, അതായത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു പരസ്പരം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈം എന്ന് പറയണത് എനിക്ക് തോന്നുന്നു താങ്കളെ ആളുകൾ ഭയങ്കരമായി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കുറേ കാലത്തിന് ശേഷം ടെലിവിഷനിൽ ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടർ, പിന്നെ അത് മാത്രമല്ല ഭയങ്കര ഭംഗിയുള്ളൊരു നടി വരുന്നു എന്നുള്ളത്. സാധാരണ സീരിയലിലേക്ക് വരുന്ന ഇപ്പോൾ ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡള്ളായിരിക്കും അവരുടെ മേക്കപ്പ് മറ്റു കാര്യങ്ങൾ എന്നുള്ളത്, കുറച്ചൊരു പാവത്തം കാണിക്കുക എന്നുള്ളത് വെച്ച്. പക്ഷെ താങ്കൾക്ക് അതിൽ നിന്ന് വിപരീതമായിട്ട് ഭയങ്കരമായൊരു സ്വീകാര്യത ആ സമയത്തുണ്ടായിരുന്നു. അതായത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് താങ്കൾ കല്യാണം കഴിച്ചതാണോ എന്ന് വരെ ആളുകൾ അന്വേഷിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അത്ര ഒരു സഡനായിട്ട് ഉണ്ടാകുന്ന ഒരു അറ്റൻഷൻ ഉണ്ടല്ലോ, അത് അന്ന് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? എനിക്കിപ്പോഴും ഞാൻ എപ്പോഴും ചെറിഷ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഫസ്റ്റ് എനിക്ക് ത്യാഗവൺ എന്നാണ് ഞങ്ങൾ വിളിക്കുക. തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ കോസ്റ്റ്യൂമർ.
അദ്ദേഹം ഒരുപാട് പഴയ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ്, വളരെ സീനിയർ ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഫസ്റ്റ് പരസ്പരത്തിൻ്റെ ഫസ്റ്റ് സ്കെഡ്യൂളിൽ ഞങ്ങൾ കുറച്ച് സാരീസ് എടുക്കാനായിട്ട് പോയി. ഇങ്ങനെ പോത്തീസ് അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ അവിടെ കൂടി ഇങ്ങനെ നടക്കാം, കുറേ ടെക്സ്റ്റൈൽസിൻ്റെ ഒക്കെ അവിടെ കൂടെ. അപ്പോൾ ത്യാഗുവണ്ണം പറഞ്ഞു, ഗായത്രി ഇത് ജ്ഞാപകം വെച്ചിട്ട് ഇപ്പം ഗായത്രിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുന്നു, സീരിയലിൻ്റെ ടെലികാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഗായത്രിക്ക് ഇന്നമാതിരി ഇതുപോലെ നടക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ പോവണ്ണ ചുമ്മാ കളിയാക്കാതെന്ന്. ഇല്ലല്ല, ആശ ഇന്തമാതിരി ഇതായിരുന്നത് ആശ ശശിയുടെ ആയിരുന്നു. അതിന് മുമ്പത്തെ നമ്മുടെ സെയിം പ്രൊഡ്യൂസർ തന്നെയായിരുന്നു കുങ്കുമപ്പൂവിൻ്റെ. അപ്പോൾ ആശയും ഇങ്ങനെ തന്നെയായിരുന്നു, ഇപ്പം നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ലിറ്ററലി അത് സത്യമായി. കാരണം സീരിയൽ അങ്ങ് തുടങ്ങിയപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിസപ്ഷൻ ഉണ്ടല്ലോ, ലൈക്ക് സീരിയലിനോട് ആൾക്കാർക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊരു എനിക്ക് തോന്നുന്നു. പിന്നെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്ത ആ സമയത്ത് കുങ്കുമപ്പൂവായിരുന്നു. അതല്ലാതെ ഇത് പക്ഷെ ആൾക്കാരങ്ങ് ഭയങ്കരമായി സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. എവിടെ പോയാലും നമുക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ്. ഈവൻ ഇനോഗ്രേഷൻസ് ഒക്കെ പോകുമ്പോൾ നമുക്ക് സ്റ്റേജിലേക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്തപ്പം എൻ്റെ ഹസ്ബൻഡ് പറയാം, എന്നൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് വെക്കേണ്ടതായിരുന്നു. ഇപ്പോഴത്തെയൊക്കെ ചില ഇനോഗ്രേഷൻസിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ അന്നൊന്നും സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം ഒന്നും ഇത്ര ആക്റ്റീവ് അല്ല. അപ്പം അത്ര ക്രൗഡായിരുന്നു, അത്ര ഹ്യൂജ് ക്രൗഡ് നമ്മളെ കാണാൻ വരാം. അത് ആ ക്യാരക്ടർ നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള എല്ലാ സീരിയൽ നായികമാരിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. വളരെ ബോൾഡായിട്ടുള്ള, പിന്നെ യൂഷ്വൽ ഒരു അമ്മായിയമ്മ മരുമകൾ കഥകളോ അല്ലെങ്കിൽ അങ്ങനത്തെ സബ്ജക്റ്റുകളിൽ നിന്നൊക്കെ മാറി കുറച്ച് ചെറിയ സോഷ്യൽ റെലവൻസ് ഉള്ള ടോപ്പിക്കുകൾ ഹാൻഡിൽ ചെയ്ത് പോവുക. ഇപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും ആൾക്ക് കുറച്ചുകൂടെ മെയിൽ ഓഡിയൻസ് ഉണ്ടായിരുന്നു. വിമണാണ്. പിന്നെ കുറച്ചുകൂടെ ഈവൻ നമ്മുടെ പോലീസ് ഇതൊക്കെ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ ഇപ്പോൾ എക്സ് സർവീസിലൊക്കെ ഉള്ള ആൾക്കാർ, സർവീസിലുണ്ടായിരുന്ന ആൾക്കാർ, പോലീസ് സർവീസിൽ തന്നെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അതിന് കുറേ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് അത്ഭുതപ്പെടുത്തിയത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നമ്മളെ ഒരുപാട് ആരാധിക്കുന്ന ചില ആൾക്കാരത് കാണുമായിരുന്നു എന്നുള്ള അറിവ്. അതായത് ഒന്ന് സുഗതകുമാരി ടീച്ചറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ടീച്ചറിനെ പറ്റി ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് കെയർഫുൾ ആവണം ടീച്ചർ, ചിലപ്പം ഒന്ന് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു അന്തസ്സുള്ള ഒരു IPS കാരി എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് എഴുതി തന്ന ഓട്ടോഗ്രാഫ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ തന്നെയാണ് എഴുതി തന്നതും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അറിഞ്ഞു ONV കുറുപ്പ് സാറിൻ്റെ കൊച്ചുമോൾ എന്നോട് പറഞ്ഞു, അപ്പൂപ്പനും അമ്മമ്മയും കൂടെ ഇത് മാത്രം കാണും. അന്ന് 9 മണിക്കായിരുന്നു. കണ്ടിട്ട് അപ്പൂപ്പൻ പിന്നെ പോയി, അവർ രണ്ടുപേരും അത് കാണും, പോയി കിടക്കും. പിന്നെ അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം അമ്മമ്മ അങ്ങനെ കാണാറില്ല എന്നുള്ളത്. M മുകുന്ദൻ സാറിനെയൊക്കെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്നെ അറിയാം. അപ്പോൾ അങ്ങനെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരെ അന്ന് അതിന് കാഴ്ചക്കാരായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അത് ഭയങ്കര ഒരു അഭിമാനമുള്ളൊരു കാര്യമാണ്. ഒരു സീരിയൽ പ്രേക്ഷകർ അങ്ങനെ അത്രയും ആ ലെവലിലുള്ള ആൾക്കാരൊക്കെ അത് കാണുന്നു എന്നുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പരസ്പരം സീരിയൽ ഒത്തിരി ട്രോളുകൾക്കും മീമുകൾക്കൊക്കെ മെറ്റീരിയൽ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയും പുതിയ ജനറേഷനും ഭയങ്കരമായിട്ട് ഫെമിലിയർ ആണ്. ആ ട്രോളുകളെയൊക്കെ എങ്ങനെയാ ഡീൽ ചെയ്യുന്നത്? ഇടയ്ക്ക് ചില സമയങ്ങളിൽ അത് എനിക്ക് തന്നെ അത് ഞാൻ അതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് മാനസികമായിട്ട് എനിക്ക് ഒട്ടും ഞാൻ യോജിപ്പില്ലാതെ ചെയ്തതാണ്. ഒട്ടും താല്പര്യമില്ലാതെയാണ് അതിൻ്റെ ക്ലൈമാക്സ് ഞങ്ങൾ എല്ലാവരും ചെയ്തത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ പ്രോബ്ലം എന്താ വെച്ചാൽ ആൾക്കാർക്ക് ഇപ്പോഴും ചിലർക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇതിൻ്റെ പിന്നിൽ വലിയൊരു ടീമുണ്ട്. ഈ അഭിനയിക്കുന്ന ആൾക്കാരല്ല ഇത് എഴുതുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതൊക്കെ. പക്ഷെ ഇതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആൾക്കാർ ഇതിൻ്റെ എൻഡ് റിസൾട്ട് കാണുന്നത് നമ്മളിലൂടെയാണ്. അപ്പോൾ ആൾക്കാർ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മളോട് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ അന്ന് അത് അഭിനയിക്കുമ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു, ഈ ഗുളിക പൊട്ടിത്തെറിച്ചോ അല്ല ബോംബ് പൊട്ടിത്തെറിച്ചൊന്നും ആയിരിക്കില്ല, ഇത് കഴിഞ്ഞുള്ളൊരു മരണമുണ്ട് ട്രോളർമാരുടെ, അതായിരിക്കും യഥാർത്ഥ മരണം എന്നുള്ളത് ഞാൻ അന്ന് തന്നെ പറയുമായിരുന്നു. അപ്പോൾ അത് പക്ഷേ ഈ പറഞ്ഞ പോലെ അന്ന് അതിൻ്റെ പിന്നിൽ ഒരു വലിയ ടീമുണ്ട്. അവർ ഒരുപാട് ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിന് വ്യക്തമായൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അത് ഞങ്ങളത് ചെയ്തു എന്ന് മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ അതൊന്നും ആരും ആലോചിക്കില്ല. അന്ന് ഞാൻ തന്നെ ഒരുപാട് ട്രോൾസ് മീംസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഈ ഇവിടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യൻ വന്ന് ചേച്ചി പിന്നെയും ദീപ്തി സൂരജും പൊങ്ങി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എല്ലാ ഓണം ക്രിസ്മസ് വിഷു ഇതിനൊക്കെ നമ്മുടെ ഇത് വെച്ചിട്ട് ട്രോൾസ് വരാറുണ്ട്. സന്തോഷമല്ലേ, ഇത്രയും വർഷം കഴിഞ്ഞിട്ട് സീരിയൽ കഴിഞ്ഞിട്ട് ഇപ്പം 8 വർഷത്തോളമായി, എന്നിട്ടും ആൾക്കാരത് ഓർക്കുന്നുണ്ടല്ലോ.
ഇപ്പം ഈ അച്ചപ്പൻ കഥകളിനകത്ത് പറയുന്നുണ്ട് അച്ഛനെ കുറിച്ചിട്ട് ഭയങ്കരമായി അക്കിടിയൊക്കെ ഒത്തിരി പറ്റിക്കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടിച്ചിരിച്ച് എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടോ എന്ന് പറയണ ഒരു അച്ഛനായിരുന്നു അത്. അങ്ങനെ ഒരു ഗുണം കിട്ടി. അതായത് താങ്കളൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് തന്നെ ഒരു മീഡിയ സ്ക്രൂട്ടണി എപ്പോഴും ഉണ്ട്. ആളുകൾ ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആളുകൾക്ക് അതിലൊരു കമൻറ്റ് ഉണ്ടാവും, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും. സോ അങ്ങനെ ഒരു അച്ഛൻ വളർത്തിയ മകളാണ്. അപ്പോൾ അങ്ങനെ പറ്റണ അബദ്ധങ്ങളെല്ലാം ചിരിയോടുകൂടി എപ്പോഴും പറയാൻ പറ്റാറുണ്ടോ? അച്ഛൻ്റെ അത്രയും അതിനെ എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ഈ പറയുന്ന നെഗറ്റീവ് കമൻസിനെയോ അല്ലെങ്കിൽ അതൊന്നും ഞാൻ അങ്ങനെ മനസ്സിലേക്ക് എടുക്കാറില്ല. കാരണം എൻ്റെ വളരെ യങ് ഏജിൽ, അതായത് ഇപ്പോൾ ഈ പറയുന്ന എൻ്റെ 20s ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക്, ഏർലി 20s ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതും ആ സമയത്താണ് ഇങ്ങനെയുള്ള പല പല സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോയതും. അപ്പം അത് തന്നൊരു സ്ട്രെങ്ത് ഉണ്ട്. അന്നൊന്ന് സത്യം പറഞ്ഞാൽ ഒട്ടും വീണു പോവാതെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിനുശേഷം പിന്നെ എന്തുണ്ടായാലും ഭൂമി കുലുങ്ങിയാലും നമുക്ക് എഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളെ ഏജ് കൂടുമ്പോഴും നമ്മുടെ എക്സ്പീരിയൻസ് കൂടുമ്പോഴും ഒക്കെ നമ്മൾ വരും. അപ്പം ഇപ്പം ഇതൊന്നും നമ്മൾ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ എന്ത് വന്നാലും നമ്മളത് ഫേസ് ചെയ്യാം എന്നുള്ളൊരു ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. അത് അച്ഛനിൽ നിന്ന് കിട്ടിയതും പിന്നെ ഒപ്പം തന്നെ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസസും.